കണ്ടിന്യൂസ് ഫിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അമ്മയെ കൊണ്ടുവരുന്നത്. അമ്മയുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യണം, അതേസമയം തന്നെ കുഞ്ഞിൻ്റെ ലൈഫും സേവ് ചെയ്യണം. എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ ഡിസ്ചാർജ് സമയത്തായി ഏൽപ്പിക്കുന്ന സമയത്ത് അമ്മ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയത് വിറയ്ക്കുന്ന കൈകളോടെയാണ്. Welcome to the season where heart shines brighter and stories feel warmer. Merry Christmas everyone and welcome to the 5th and Christmas special episode of Angel's Voice podcast presented by the Nurses Department of Rajagiri Hospital. ഞാൻ രേഷ്മ റോബിൻ രാജഗിരി ഹോസ്പിറ്റലിലെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ക്രിസ്മസ് വിളക്കുകൾ തെളിയുന്ന ഈ സീസണിൽ പിറവി ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവന്റെ അത്ഭുതം നമ്മെ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. അതെ, നിയോനേറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും ആദ്യ ശ്വാസം പോലും ഒരു ക്രിസ്മസ് അത്ഭുതമായി തോന്നുന്നിടം, അതാണ് NICU. അന്ന് ആ ക്രിസ്മസ് രാത്രിയിൽ ആ പുൽത്തൊഴുത്തിൽ ലോകം കണ്ട ദിവ്യ അത്ഭുതം ഓരോ കുഞ്ഞിൻ്റെയും മുഖത്ത് കണ്ടനുഭവിക്കുന്നവർ തന്നെയാണ് ഓരോ NICU നഴ്സും. അതെ, ഇന്ന് നമ്മോടൊപ്പം ഒപ്പമുള്ളത് അവരിൽ ഒരാൾ മാത്രമല്ല, ആ മുഴുവൻ ടീമിനെ നയിക്കുന്ന NICU ഹെഡ് നഴ്സ് സിസ്റ്റർ ലിൻഡയാണ്. ലിൻഡ സിസ്റ്റർ, നമ്മുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ സിസ്റ്റർ എത്ര വർഷമായിട്ട് നമ്മുടെ NICU ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്? 12 വർഷത്തിന് മുകളിലായിട്ട് NICU ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. 12 വർഷമായിട്ട് NICU ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് ഉണ്ട് സിസ്റ്ററിന്. അപ്പോൾ സിസ്റ്റർ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ കരിയറിലേക്കുള്ള യാത്ര അത് പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് അത് ബൈ ചാൻസ് ലഭിക്കുന്നതായിരിക്കാം, മറ്റു ചിലർക്ക് ബൈ ചോയ്സ് ആയിരിക്കാം. അപ്പോൾ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഈ NICU ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള യാത്ര, അതിന്റെ കഥ ഒന്ന് പറയാവോ? രേഷ്മ പറഞ്ഞതുപോലെ ചിലർക്കത് ബൈ ചാൻസ് ആയിരിക്കാം, ചിലർക്കത് ബൈ ചോയ്സ് ആണ്. പക്ഷേ എനിക്കത് ബൈ ചാൻസ് ആയിരുന്നു. ബൈ ചാൻസ് ആയിരുന്നു. ഓക്കെ. എന്നിരുന്നാൽ തന്നെയും സ്റ്റുഡൻറ് പീരീഡ് മുതൽ എനിക്ക് നിയോനേറ്റൽ ICU തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിവൈഡ് ചെയ്തിരുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ്. നമുക്ക് അവിടെ ബൈ ചോയ്സ് ഇല്ല. പക്ഷെ ആദ്യമൊക്കെ ഈ നഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് 2-3 മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറി ക്ലാസ്സുകൾ മാത്രമായിരിക്കും. അവിടെ ഇരുത്തി നമ്മളെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ വാർഡിലോട്ട് പ്രാക്ടിക്കൽസിനൊക്കെ വേണ്ടി കൊണ്ടുപോകുന്നത്. അതിന് മുമ്പായിട്ട് ഹോസ്പിറ്റൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതായത് നമ്മുടെ ട്യൂട്ടേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചു തരും, വാർഡ്, ICU അങ്ങനെയല്ല. അങ്ങനെ ആ ഓറിയൻറ്റേഷൻ്റെ ഒരു വരാന്തയിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വരാന്തയുടെ ഒരു മൂലയ്ക്ക് എത്തിയപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല, റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. അപ്പോൾ വരാന്തയിൽ പോലും കയറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ വലിയ ബോർഡൊക്കെ കാണാം, നിയോനേറ്റൽ ICU എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വീണു, അതെന്താ അവിടെ? അതല്ലെങ്കിലും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൂടുതൽ അറിയാനൊരു ക്യൂരിയോസിറ്റി. അതെ അതെ. ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞു, അവിടെ കയറ്റില്ല, ചാൻസ് പോയി. പിന്നെ പലപ്പോഴും നമുക്ക് നിയോനേറ്റലായിട്ട് ഉള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ വന്നെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് 3rd ഇയർ മെറ്റേണിറ്റി പോസ്റ്റിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് പോസ്റ്റ്നേറ്റൽ വാർഡിലാണ് പോസ്റ്റിങ്. സാധാരണ സ്റ്റുഡൻസ് രാവിലെ വന്ന് ചെയ്യുന്ന പോലെ ടെമ്പറേച്ചർ ട്രേ ഒരു കൂട്ടരെ എടുത്തുകൊണ്ട് പോകും, ഒരു കൂട്ടർ ബെഡ് മേക്കിങ്ങിന് ഇറങ്ങും, ഒരു കൂട്ടർ BP നോക്കാൻ ഇറങ്ങും. ഞാൻ അന്ന് എടുത്തത് ടെമ്പറേച്ചർ ട്രേ ആണ്. അതെടുത്തുകൊണ്ട് എങ്ങനെ പോകണം, ഒരു 50-ന് മുകളിലെ ബെഡുണ്ട് പോസ്റ്റ്നേറ്റൽ വാർഡിൽ, അമ്മയുണ്ട് കുഞ്ഞുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും ടെമ്പറേച്ചർ നോക്കി, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ടെമ്പറേച്ചർ നോക്കി ഇങ്ങനെ വരുമായിരുന്നു. ഒരു കോർണറിൽ എത്തിക്കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ നോക്കി ഇങ്ങ് തിരിയുമ്പോൾ ചെവി പിടിച്ച് ആരോ തിരിച്ചു. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ നിയോനറ്റോളജിസ്റ്റാണ്. സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെയാണോ കുട്ടികളുടെ ടെമ്പറേച്ചർ നോക്കുന്നത്, തെർമോമീറ്റർ ഇങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, തെർമോമീറ്റർ വെക്കേണ്ടത് രീതി ഇതെല്ലാം സാർ പറഞ്ഞു തന്നു. പക്ഷെ അപ്പോഴേ മുതൽ മനസ്സിലിങ്ങനെ വന്നു, ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിങ്ങിൻ്റെ ബേസിക് എന്ന് ആദ്യ പാഠങ്ങളിൽ ഒന്നാണ് വൈറ്റൽസ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ. അവിടെ മുതൽക്ക് തന്നെ ഒരു നിയോനേറ്റലും അഡൾട്ടും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ സത്യം എനിക്ക് അവിടെ മുതൽ അറിവുണ്ടായത്. അന്ന് മുതലേ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, നിയോനേറ്റലിൽ തന്നെ എക്സ്പീരിയൻസ് കിട്ടണം എന്ന്. എങ്ങനെയൊക്കെ വന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ആഗ്രഹം പോലെ ഫൈനൽ ഇയർ കഴിഞ്ഞ് നമുക്ക് ആ നിയോനേറ്റൽ ICUവിൻ്റെ ലിസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ പേര് ആ ലിസ്റ്റിൽ തന്നെ വന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ യാത്ര. അപ്പോൾ സിസ്റ്റർ ആദ്യമേ പറഞ്ഞായിരുന്നു ബൈ ചാൻസ് അത് ലഭിച്ചതായിരുന്നെന്ന്. പക്ഷെ ബൈ ചാൻസ് എന്ന് പറഞ്ഞാലും ബൈ ചോയ്സ് അതായിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന സിസ്റ്ററിൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ ബൈ ചാൻസ് ഈ ഒരു ചോയ്സ് ആയിട്ട് തന്നെ മാറി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അതെ. പക്ഷേ സിസ്റ്ററിന്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലായത് യു ആർ ലീഡിങ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഹാപ്പി പാർട്ട് ഓഫ് യുവർ ലൈഫ് എന്നാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ സിസ്റ്റർ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സിസ്റ്റർ അത്രമാത്രം സന്തോഷത്തോടെ അത്രമാത്രം ഇഷ്ടത്തോടെയാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. പലരും പല തോട്ട്സോടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ചിലവര് ഇഷ്ടത്തോടെ ചെയ്യുന്നവരുണ്ട്, എന്നാൽ മറ്റു ചിലര് ഇത് അവരുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റി ആണ് അങ്ങനെ കണ്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ NICUവിൽ ഈ ന്യൂ ബോൺസിനെ കെയർ ചെയ്യുമ്പോൾ സിസ്റ്ററിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തരുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് അതേതാ, അതൊന്ന് പറയാവോ? ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. എല്ലാ വർക്കിനും അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ വളരെ പൊരുതുന്നവരാണ്, ദേ റിയൽ ഫൈറ്റേഴ്സ്. അവരുടെ ലൈഫിൻ്റെ ഓരോ ഘട്ടങ്ങളും അവർ കടന്നു വരുന്നത് വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിലായിരിക്കുന്ന ഒരു കുഞ്ഞ് അതിന് സാധാരണ രീതിയിൽ ശ്വാസം എടുക്കാൻ മറന്നു പോകാതെ സാധാരണഗതിയിൽ വെന്റിലേറ്ററിൻ്റെ സഹായമൊന്നുമില്ല തനിയെ ശ്വാസം എടുക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം, ഇതെല്ലാം കഴിഞ്ഞ് സൂക്ഷിച്ച് ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടുവരുന്ന ഓരോ ml പാലും അവരത് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. അത് പതിയെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റഡി ഗ്രോത്തിൻ്റെ ഇൻഡിക്കേഷനാണത്. അപ്പോൾ പാലട ഫീഡ്, അത് കഴിയുമ്പോൾ ബ്രസ്റ്റ് ഫീഡ്, ഇതിലേക്കെല്ലാം എത്തിപ്പെടാൻ തുടങ്ങുന്ന ആ നിമിഷം അവരുടെ വെയിറ്റിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന 5 ഗ്രാം വെയിറ്റും ഞങ്ങൾ മനസ്സിൽ ആഘോഷിക്കുന്നു. അതെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് കംപ്ലീറ്റ്ലി റിക്കവറായി ആദ്യമായിട്ട് ആ പാരൻസിൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ നമ്മൾ ചേർത്ത് പിടിക്കാൻ കൊടുക്കുന്ന ആ ഒരു നിമിഷം, അവരുടെ ഫേസിൽ നമ്മൾ ആ എക്സ്പ്രഷൻ നോക്കി നിൽക്കും അത് കാണാൻ വേണ്ടിയിട്ട്. ഈ നിമിഷങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യമാണ് ചോദിച്ചത്. ഇപ്പോൾ സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത്രമാത്രം എൻജോയ് ചെയ്ത് ഇഷ്ടത്തോടെയാണ് സിസ്റ്റർ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സിസ്റ്റർ ആദ്യമേ പറഞ്ഞായിരുന്നു 10 വർഷത്തിന് മേലെ NICU ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ 10 വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ സിസ്റ്ററിന് കുറേ തരത്തിലുള്ള അനുഭവങ്ങൾ, കുറേ മെമ്മറീസ് ഉണ്ടായി കാണും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കുറേ മെമ്മറീസ് ഉണ്ടായി കാണും. അതിൽ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ഞങ്ങളായിട്ടൊന്ന് പറയാവോ? എക്സ്പീരിയൻസുകൾ ഒത്തിരിയുണ്ട്. എന്നിരുന്നാൽ പോലും എൻ്റെ ഹാർട്ടിനെ ടച്ച് ചെയ്ത ഒരു ഇവൻ്റ് എന്ന് പറയാനായിട്ട് ഒരു 40 വയസ്സിന് മുകളിലുള്ള ദമ്പതികളാണ്. അമ്മയ്ക്ക് ഹൈ BP ആണ്, ഡയബറ്റിക് ആണ്. ഈ അമ്മ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പം കണ്ടിന്യൂസ് ഫിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അമ്മയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അമ്മയുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യണം, അതേസമയം തന്നെ കുഞ്ഞിൻ്റെ ലൈഫും സേവ് ചെയ്യണം. അമ്മ 25 ആഴ്ചയാണ് ഗർഭിണിയാണ്. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കുറവാണ്. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുറത്തെടുത്തേ പറ്റുള്ളൂ. പെട്ടെന്ന് എമർജൻസി സിസേറിയൻ എടുത്തു. കുഞ്ഞിന് 523 ഗ്രാമോളം വെയിറ്റേ ഉള്ളൂ. അന്ന് ഞാൻ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ വാങ്ങിക്കുമ്പോൾ ഒരു കൈക്കുള്ളിൽ കൊള്ളാവുന്ന അത്രയും വലിപ്പമേ ആ കുഞ്ഞിനുള്ളൂ. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞൊരു കൈക്കുള്ളിൽ കൊള്ളാവുന്ന വലിപ്പമേ ഉള്ളൂ, 520 ഗ്രാമേ ഉള്ളൂ എന്ന്. അപ്പോൾ അത് കാണുന്ന ഒരു പാരൻസിൻ്റെ അവസ്ഥ, കാരണം ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ കുറേ കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടിയാണ്. അവരത്രയും ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത് വളരെ വലുതാണ് സിസ്റ്റർ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പാരൻസിനെ ആശ്വസിപ്പിക്കുക? തീർച്ചയായും അവർക്ക് ആദ്യമായിട്ട് ഈ കുഞ്ഞിനെ കാണുമ്പോൾ അവർ വളരെ പേടിയോടെയായിരിക്കും ഈ കുഞ്ഞിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയെ അല്ലെങ്കിൽ പാരൻസിനെ ആദ്യമേ കുഞ്ഞിനെ കയറ്റി കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ആദ്യമായിട്ട് കുഞ്ഞിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ അമ്മയെയും ഞങ്ങളിതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ICUവിൽ കയറ്റി കുഞ്ഞിനെ കാണിച്ചു. കുഞ്ഞിനെ കണ്ട ഉടനെ തന്നെ അവർ പെട്ടെന്ന് അങ്ങോട്ട് പേടിച്ചു കരയാൻ തുടങ്ങി. കൂടുതലായി അവരങ്ങ് ഷിവർ ചെയ്യാൻ തുടങ്ങി, വിറച്ചു കഴിഞ്ഞപ്പം നമ്മൾ പിടിച്ച് അവരെ കസേരയിലോട്ട് ഇരുത്തി. കാരണം വെച്ചാൽ ഹൈ BP ആണ്, ഫിക്സ് 1-2 തവണ വന്നതാണ്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അവരെ നമുക്ക് ഇമോഷണൽ ആക്കാൻ പറ്റത്തില്ല. ആ ഒരു നിമിഷത്തിൽ എനിക്ക് അവരോട് പറയാൻ തോന്നിയത്, പേടിക്കണ്ട, കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. ആ ഒരു വാക്കാണ് എനിക്ക് അന്നേരം അവരോട് പറയാൻ തോന്നിയത്. അതങ്ങനെ പറഞ്ഞു പോയി. അവരുടെ അപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അവരെ ഇമോഷണൽ ആക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇരുന്ന് സമാധാനിപ്പിച്ചു. അവിടെയെല്ലാം കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു. അത് പ്രീ ടേംസിന് റിക്കവറായി വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു. ഈ കുഞ്ഞുങ്ങളെല്ലാം തീരെ കുഞ്ഞായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഒരു ഇത്രയൊക്കെ ആയില്ലേ, ഇതുപോലെ കുഞ്ഞിനെ നമുക്ക് ആക്കിയെടുക്കാം, പേടിക്കണ്ട, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ അമ്മയെ സമാധാനിപ്പിച്ച് അന്ന് പോയി. പിറ്റേ ദിവസമായപ്പോഴോട്ടും അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞിൻ്റെ നില വഷളമായി. നമുക്ക് വെന്റിലേറ്ററിൻ്റെ എല്ലാ സെറ്റിങ്സും കൂട്ടി വെക്കേണ്ടി വന്നു. ശ്വാസം മുട്ട് കൂടി,
കാരണം പറയാണ്ട് നമ്മൾ എക്സ്റേ എടുത്തപ്പോൾ കാണുന്നത് കുടലിൽ ദ്വാരം വീണിട്ടുണ്ട്. കുട്ടിയെ എമർജൻസി ആയിട്ട് സർജറിക്ക് എടുത്തേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ നമുക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് അതേ സമയം തന്നെ അവരുടെ പാരൻസിനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി അത്രയും വീക്കായിട്ടൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന പാരൻസ് കൂടിയാണ്. പെട്ടെന്ന് ഒരു സർജറി എന്ന് കൂടിയും പറയുമ്പോൾ അത് അവരെങ്ങനെയായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക? ഞാൻ NICUവിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരിക്കുന്നത് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ കുഞ്ഞിൻ്റെ സിറ്റുവേഷൻ വഷളാകുമ്പോൾ ഒരേ സമയം തന്നെ അമ്മയെ അല്ലെങ്കിൽ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതേസമയം തന്നെ കുഞ്ഞിൻ്റെ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റും സെയിം ടൈം തന്നെ ചെയ്യണം. രണ്ടുപേരെയും ഈക്വലായിട്ട് ബാലൻസ്. ഈ രണ്ട് ഇവൻറ്റും കൂടെ നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ഒരേ നിമിഷം തന്നെ മാനേജ് ചെയ്യണം. ഈ ഒരു അവസ്ഥയാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. എല്ലാ പാരൻസിനെ പോലെ ഇവരും നമ്മുടെ ഡോക്ടേഴ്സ്, പീഡിയാട്രിക് സർജറി, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി നമ്മൾ അവരെ കൗൺസിൽ ചെയ്ത് സമാധാനിപ്പിച്ച് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് തന്നെ ഈ കുഞ്ഞു ശരീരം കീറി മുറിക്കുന്നതിനോട് അവർക്കത് അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർക്കത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൂടിയേ തീരൂ എന്നുള്ളൊരവസ്ഥയിൽ അത് അവർ സമ്മതിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സർജറി സക്സസ്ഫുള്ളായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുഞ്ഞിന് വയറിലൂടെ നമ്മൾ ട്യൂബിട്ട് ജെജനോസ്റ്റമി ഫീഡ് എന്ന് പറയും. കുടലിലൊരു ട്യൂബിട്ട് അതിലൂടെയാണ് ഫീഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ശേഷം വായിലൂടെ പാല് കൊടുക്കാൻ തുടങ്ങി. ക്രമേണ പയ്യെ ബ്രസ്റ്റ് ഫീഡിലോട്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു 3 മാസത്തിനോടടുത്ത് കുഞ്ഞ് ICUവിൽ കിടന്നു. 523 ഗ്രാമായിരുന്ന കുഞ്ഞിനെ നമ്മൾ ഒരു 1.5 കിലോയിൽ 1.6 kg ആക്കിയാണ് നമ്മൾ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ആ അമ്മയുടെ കയ്യിൽ എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ ഡിസ്ചാർജ് സമയത്തായി ഏൽപ്പിക്കുന്ന സമയത്ത് അമ്മ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയത് വിറയ്ക്കുന്ന കൈകളോടെയാണ്. എന്നുവെച്ചാൽ അവരുടെ കണ്ണിൽ നിന്ന് അപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. പക്ഷേ മുമ്പത്തിൽ നിന്ന് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെ മുഖത്ത് നിറയെ സന്തോഷമായിരുന്നു, ഒരു ചിരിയായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ ഈ എക്സ്പീരിയൻസ് ഞങ്ങളുടെ ഷെയർ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു അത്രയും ഒരു വേഴ്സണിങ് സിറ്റുവേഷനുള്ള ആ കുഞ്ഞിൻ്റെ ഒരു ഫേസിൽ നിന്ന് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുട്ടിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു ട്രാൻസിഷൻ ഫേസ് നമുക്ക് സിസ്റ്ററിൻ്റെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് ഒരു കഥ രൂപേണ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രമാത്രം സിസ്റ്ററിൻ്റെ അത്ര ഹാർട്ട് ഫെൽറ്റിംഗ് ആയിരുന്നു ആ എക്സ്പീരിയൻസ് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിസ്റ്ററെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത്രമാത്രം സന്തോഷവും സ്നേഹമാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അത്രത്തോളം കരുതലോടും സ്നേഹത്തോടും വേണം നമ്മൾ ഓരോ കുഞ്ഞിനെയും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ കൂടി നമ്മളും മനുഷ്യരാണല്ലോ, നമുക്കും ലൈഫിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം, ഇമോഷണൽ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ധാരാളം ഉണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിലും എങ്ങനെയാണ് ഈ ഒരു ചിരി നിലനിർത്തിക്കൊണ്ട് ഇത്ര സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാൻ പറ്റുന്നത്? അതൊന്ന് പറയാമോ? അങ്ങനെ പറയാനാണെങ്കിൽ അച്ചിങ്ങ കണ്ടാൽ ഒടിക്കാത്തവരുമില്ല, കുഞ്ഞുങ്ങളെ കണ്ടാൽ എടുക്കാത്തവരുമില്ല. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ക്ഷമ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. അതെ. ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ ഫേസ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഇമോഷണൽ ബ്രേക്ക്ഔട്ട്സിൽ ബുദ്ധിമുട്ടുകളുണ്ടായാലും ആ നിഷ്കളങ്കമായ ഫേസ് കാണുമ്പോൾ നമ്മളിതൊന്നും ഓർക്കാറില്ല. അപ്പോൾ എത്രത്തോളം സ്ട്രെസ്സോടെയാണ്, ടെൻഷനോടെയാണ് നമ്മൾ വന്നതെങ്കിലും NICUലോട്ട് കയറി കഴിഞ്ഞാൽ അതെല്ലാം മറക്കുന്നതാണ് സിസ്റ്റർ പറയാം. അത്രത്തോളം ഇഷ്ടത്തോടെ സിസ്റ്ററിൻ്റെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഈ ഭൂമിയിൽ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും അത് ദൈവസ്നേഹത്തിൻ്റെ പ്രതിരൂപമാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ബത്ലഹേമിലെ ആ പുൽത്തൊഴുത്തിൽ ലോകം കണ്ട ദിവ്യ അത്ഭുതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവൻ ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണെന്നുള്ള സത്യം തന്നെയാണല്ലോ സിസ്റ്റർ. അപ്പോൾ ഈ പുതുജന്മത്തിൻ്റെ ഈ കാലത്ത് വരാനിരിക്കുന്ന നഴ്സുമാർക്ക്, ഞങ്ങളെപ്പോലുള്ള നഴ്സുമാർക്ക് സിസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് തരാനുള്ള മെസ്സേജ് അതെന്തായിരിക്കും? നിയോനേറ്റൽ നഴ്സസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണുള്ളത്. ഒന്ന് ഓർക്കുക, നമ്മുടെ കയ്യിൽ തരുന്ന ഓരോ കുഞ്ഞും മറ്റാരുടെക്കോ ഒരു വലിയ ലോകമാണ്, അവരുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവരെ വളരെ ക്ഷമയോടും കരുതലോടും സ്നേഹത്തോടും കൂടി വേണം കെയർ ചെയ്യാനായിട്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്. നമ്മുടെ ഓരോ സംശയങ്ങളും ഓരോ പാഠങ്ങളാണ്. അതായത് ചിലപ്പോൾ നമുക്ക് തോന്നും ചിലത് വിഡ്ഢിത്തരാണെന്ന് വിചാരിച്ച് നമ്മൾ ചോദിക്കാതിരിക്കും. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചിലപ്പോൾ ആ മണ്ടത്തരങ്ങൾ എന്ന് തോന്നുന്ന ആ സംശയങ്ങൾ ഒരു സീനിയർ ആയിട്ടുള്ളൊരു നഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ശ്രദ്ധിക്കാത്ത കുഞ്ഞുങ്ങളെ ചേഞ്ചസ് ആയിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ ലൈഫ് തന്നെയായിരിക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ. ഒരു നേഴ്സിന് നേഴ്സിനെന്നല്ല, ഒരു നിയോനേറ്റൽ നേഴ്സിന് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഒബ്സർവേഷൻ സ്കില്ല്. ഇപ്പോൾ കുഞ്ഞ് എന്തിനൊക്കെ വേണ്ടി കരയാം?
കുഞ്ഞ് വിശന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേദന കൊണ്ട് കരയുന്നതായിരിക്കാം, അങ്ങനെ വിശന്നിട്ടാവാം, വേദന എടുത്തിട്ടാവാം, വയറ്റിൽ ഗ്യാസ് നിറഞ്ഞിട്ടാവാം, ഇല്ലെങ്കിൽ തലച്ചോറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാവാം, പല കാരണം കൊണ്ടാവാം കുഞ്ഞ് കരയുന്നത്. പക്ഷെ അതിന് പ്രതികരിക്കാൻ അറിയാവുന്ന ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കരയുക എന്ന് മാത്രമേ ഉള്ളൂ. ആ കരച്ചിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടത് നേഴ്സസാണ്. ഇപ്പോൾ 2-3 മണിക്കൂർ ഇടവിട്ട് വിശന്ന് പാലിന് വേണ്ടി എണീക്കുന്നൊരു കുഞ്ഞ് 4 മണിക്കൂറായി 5 മണിക്കൂറായിട്ടും അത് തനിയെ എണീക്കുന്നില്ല, നമ്മൾ എണീപ്പിക്കേണ്ടി വരുന്നു. അതെല്ലാം ആ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതെല്ലാം ആദ്യമേ തന്നെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് നേഴ്സസാണ്. പിന്നെ പറയേണ്ടത് അവരുടെ പാരൻസിനോട് വളരെ കരുതലോടെ സംസാരിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന നല്ല വാക്കുകൾ അവർക്ക് എന്തോരം ആശ്വാസം കൊടുക്കുന്നതായിരിക്കും, അവർക്ക് എന്തോരം പ്രതീക്ഷ കൊടുക്കുന്നതായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായാലും അത് അവർക്ക് വളരെ ആശ്വാസപ്രദമായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നേഴ്സസ് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാലാണ് ഹെൽത്തി ആയിട്ട് നമ്മുടെ പേഷ്യൻസിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ഹെൽത്തി നേഴ്സിനെ പേഷ്യൻസിനെ ഹെൽത്തി ആയിട്ട് നോക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ്. അപ്പോൾ നല്ലൊരു മെസ്സേജായിരുന്നു സിസ്റ്റർ ഞങ്ങൾക്ക് ഇത്രയും നേരം തന്നത്. അത് ഞങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഞങ്ങളുടെ പ്രൊഫഷനിൽ കുറച്ചുകൂടി നല്ലൊരു നഴ്സസായിട്ട്, ഇത് റിയൽ ഏഞ്ചൽസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും. സിസ്റ്റർ ആദ്യമേ പറഞ്ഞതുപോലെ സിസ്റ്ററിൻ്റെ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് NICU എന്നുള്ളൊരു ബോർഡ് മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും എനിക്കും NICU എന്നുള്ളൊരു ബോർഡ് മാത്രമേ, അത്ര അറിവ് എനിക്ക് NICUവിനെ കുറിച്ചുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്നുള്ളൊരു അറിവ് എനിക്കില്ല. പക്ഷെ ഇത്ര നേരം സിസ്റ്ററിൻ്റെ എക്സ്പീരിയൻസസും അവിടെ നടന്ന കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ NICUവിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യാത്രയായിട്ടാണ് തോന്നിയത്. അപ്പം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്ന് സിസ്റ്ററിൻ്റെ എക്സ്പീരിയൻസസും അനുഭവങ്ങളും നല്ലൊരു മെസ്സേജും തന്നതിന് ഒരുപാട് നന്ദി. ഇനിയും കൂടുതൽ ഹൃദയത്തെ തൊടുന്ന കഥകളുമായി ഏഞ്ചൽസ് വോയിസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.